ആൻസി, എന്തു പറ്റി? എന്താ എല്ലാരും കൂടെ? രാജുമോൻ ഇതുവരെ വന്നില്ല. നേരം കുറെ ആയല്ലോ. സ്കൂൾ ബസ് വന്നില്ലേ? ബസ് വന്നു പോകുന്നത് ഞാൻ കണ്ടു. കുറെ നേരമായിട്ട് മോനെ കാണാതായപ്പോൾ അന്വേഷിച്ചത്. എല്ലാ ഫ്ലാറ്റിലും നോക്കി, എവിടെയും ചെന്നിട്ടില്ല. ദൈവമേ, എന്തു കുഞ്ഞ്. നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്താലോ? ഹലോ, ആൻസി അല്ലേ? കുട്ടി ഞങ്ങളുടെ കയ്യിലുണ്ട്. തിരികെ തരണമെങ്കിൽ 2 ലക്ഷം രൂപ തരണം. നിങ്ങൾ ആരാ? എവിടുന്നാ വിളിക്കുന്നേ? എന്റെ മോനെ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യില്ല. ചോദിച്ച പണം തന്നാൽ മതി. 2 ലക്ഷം പോയിട്ട് 2000 പോലും എന്റെ കയ്യിലില്ല. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ആള് മാറിയിട്ടൊന്നുമില്ല. നിങ്ങൾ തന്നെയല്ലേ ജൂനിയർ വക്കീൽ ആൻസി? വിൻസെന്റ് ഗോമസിനെ രക്ഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ കള്ളന്മാരത് വിശ്വസിക്കത്തില്ല. കാശ് ഉടനെ തരണമെന്നില്ല. നാളെ രാവിലെ 11 മണി വരെ സമയം തരാം. 11 മണിക്ക് എന്റെ ഒരാൾ അവിടെ വരും. പണം അയാളുടെ കൊടുത്താൽ മതി. 11:30-ക്കുള്ളിൽ പണവുമായി അയാൾ ഇവിടെ തിരിച്ചെത്തിയില്ല എങ്കിൽ... പ്ലീസ് പറയണ്ട, ഞാൻ പറയാം. ഉടനെ എന്തെങ്കിലും ചെയ്യണം സർ. താമസിച്ചു പോയാൽ അവരെന്റെ മോനെ കൊല്ലും. അതിപ്പോ പ്രതിയാരാ? അയാളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ പറയുന്നൊക്കെ നേരാണോ എന്നൊക്കെ അറിയാതെ ഞങ്ങൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത്? സാറ് ഈ കേസിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. നമ്മുടെ വകുപ്പ് മന്ത്രിക്കിട്ട് പാര വെച്ച പാർട്ടിയാ. തൊപ്പി പോകുന്ന വഴി അറിയല്ല. അത് ശരി. നിങ്ങളൊരു കാര്യം ചെയ്യും. ഗസ്റ്റ് ഹൗസിൽ മന്ത്രിയുണ്ട്, അങ്ങോട്ടേയല്ലേ. ഞങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തട്ടെ. അടുത്ത ആഴ്ച കാണാം. തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഒരു നേരം ആവുമല്ലോ. എന്റെ ഉറക്കമൊക്കെ പൊതുപ്രവർത്തനമാകുമ്പോ അതൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കും. സബു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി വളരെ ഗൗരവമായി. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പോട്ടെ. എന്റെ രാജുമോനെ ആരും തട്ടിക്കൊണ്ടുപോയി. 2 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവർ കൊന്നാളെന്ന് പറയുന്നു. അതിന് ഞാനെന്ത് വേണം? അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി. ദാസേട്ടാ, അങ്ങനെ പറയരുത് പ്ലീസ്. താമസിച്ചു പോയാൽ അവരെന്റെ മോനെ കൊല്ലും. ഞാൻ പറഞ്ഞില്ലേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ. എന്താണോ നോക്കിയിരിക്കുന്നത്? നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക്. സാർ, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ. എന്റെ മോനെ ആരും തട്ടിക്കൊണ്ടുപോയി. അവരവനെ കൊന്നുകളയും. എന്റെ മോനെ രക്ഷിക്കൂ പ്ലീസ്. മനസ്സിലായി, മാറി നിൽക്കുവോ? സാർ പ്ലീസ്. ഡ്രൈവർ വണ്ടി എടുക്ക്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്നെ വിളിക്കാൻ മടിക്കരുത്. എന്റെ ഫോൺ നമ്പർ 2255. ഹലോ, വിൻസെന്റ് ഗോമസ് ഹിയർ. ഹലോ ഹലോ, നിങ്ങൾ ആരാണ്? ആൻസിയാണ്. എന്താ ആൻസി? എന്താ ഈ സമയത്ത്? ഐ വാണ്ട് യുവർ ഹെൽപ്പ്. എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഐ വാണ്ട് യുവർ ഹെൽപ്പ്.
എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. ആൻസിക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പണം വേണമെങ്കിൽ പണം തരാം. പക്ഷേ പണം കൊടുത്താലും കുട്ടി രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ല. അത് തന്നെയുമല്ല, രാവിലെ 11 മണിക്കല്ലേ അവൻ വരൂ. അതുവരെ കുട്ടി അവന്റെ കസ്റ്റഡിയിലായി. ആൻസി എന്ത് പറയുന്നു? എനിക്കൊന്നും അറിയില്ല. എങ്ങനെയായാലും എന്റെ മോനെ തിരിച്ചു കിട്ടിയാൽ മതി. ആൻസി ഇങ്ങനെ അപ്സെറ്റ് ആയല്ലോ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ആട്ടെ, എന്തെങ്കിലും ഹിന്റ് തരാൻ കഴിയുമോ? അറ്റ്ലീസ്റ്റ് എവിടെ നിന്നാണ് ഫോൺ ചെയ്തതെങ്കിലും. അതൊന്നും അയാൾ പറഞ്ഞില്ല. പക്ഷേ അതൊരു ലോക്കൽ കാളായിരുന്നു. അത് ശരി. അപ്പോൾ അവൻ ഇവിടെ എവിടെയുണ്ട്. മീൻസ് ഈ സിറ്റിക്കുള്ളിൽ തന്നെ. ഫോൺ എടുത്തു. അവനായിരിക്കും. ഹലോ, ഞാൻ തന്നെ. എന്ത് തീരുമാനിച്ചു? കാശ് തരുവോ അതോ? അയാളാണ്. ഇത് ഞാനാണ്, വിൻസെന്റ് ഗോമസ്. അത് ശരി. അപ്പൊ ഇനി കാശിന് ബുദ്ധിമുട്ടില്ല. എല്ലാവരും പറഞ്ഞു കാണുമല്ലോ. നാളെ രാവിലെ കൃത്യം 11 മണി. മറക്കണ്ട. കുട്ടി നിങ്ങളുടെ കയ്യിലുണ്ട്. പണം തരാൻ ഞങ്ങൾ തയ്യാറുമാണ്. ഞങ്ങളും നിങ്ങളും ഈ രാത്രി ഉറങ്ങാതിരിക്കേണ്ട കാര്യമില്ല. കണക്കുകൾ ഇപ്പൊ തന്നെ തീർത്തേക്കാം. ഒന്നുകിൽ നിങ്ങൾ ഇവിടെ വരിക, അല്ലെങ്കിൽ ഞാൻ അവിടെ വരാം. സ്ഥലം എവിടെയാണ്? അതുകൊള്ളാം. സാറിനെ പോലുള്ള ഒരാളിന് സ്ഥലം പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ അത് പിന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമല്ലേ? സാറ് വലിയ കൊള്ളത്തലവനും ഞങ്ങളെല്ലാം വെറും മണ്ടന്മാരുമാണെന്ന് വിചാരിച്ചാലേ നാളെ രാവിലെ കണി കാണുന്നത് കൊച്ചിന്റെ ശവമായിരിക്കും. ശരി, ഞാനൊന്നും പറയുന്നില്ല. എല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ. രാവിലെ 11 മണി. വാക്കായിരിക്കണം. കുട്ടിയെ ഉപദ്രവിക്കരുത്. അയാൾ എന്താ പറഞ്ഞേ? ഹലോ, ഫയർ സ്റ്റേഷൻ അല്ലേ? പറയൂ, അയാൾ എന്താ പറഞ്ഞേ? ഹലോ, ഫയർ സ്റ്റേഷൻ അല്ലേ? എവിടെ തീ പിടിച്ചത്? അത് ശരി. ഒന്നുമില്ല, വണ്ടി പോകുന്ന ശബ്ദം കേട്ടു, അതുകൊണ്ട് ചോദിച്ചാ. താങ്ക് യു. വടക്കേ കായലിന്റെ തീരത്തുള്ള കക്കാ നീറ്റുശാലയ്ക്ക് തീ പിടിച്ചു. ദൈവത്തിന് നന്ദി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മോൻ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല. 2 ലക്ഷം രൂപ സ്വപ്നം കണ്ട് ഇന്ന് രാത്രി മുഴുവൻ അവൻ രാജുവിനെ സംരക്ഷിച്ചോളൂ. ഇതുവഴി കടന്നുപോയ ഫയർ എഞ്ചിന്റെ ശബ്ദം അവൻ സംസാരിച്ചപ്പോഴും ഞാൻ ഫോണിൽ കേട്ടു. അതായത് അവൻ സംസാരിച്ച ഫോൺ കായലിനടുത്ത് എവിടെയാണ്. വരൂ. ആൻസിയുടെ വീട്ടിനടുത്തുകൂടി ഫയർ എഞ്ചിൻ കടന്നുപോയ സമയം വെച്ച് നോക്കുമ്പോൾ അവൻ ഫോൺ ചെയ്തപ്പോൾ വണ്ടി ഏകദേശം ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും. ഇവിടെ എല്ലാം ചേരി പ്രദേശങ്ങളാണ്. ഒരു വീട്ടിലും ഫോൺ ഉണ്ടാകാനുള്ള വഴിയില്ല. അവിടെ ഒരു ഹോട്ടലുണ്ട്, ബാറും ഡാൻസും ഒക്കെ ആയിട്ട്. 1-2 തവണ ഞാനവിടെ പോയിട്ടുള്ളതാണ്. ഹംസയുടെ ഹോട്ടലല്ലേ ഇത്? സാറ്? ഞാൻ ഹംസയുടെ ഒരു ഫ്രണ്ടാ. താൻ ആർക്കാടോ രാത്രി ഫോൺ ചെയ്യുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? അപ്പോഴൊക്കെ എൻഗേജ്. അയ്യോ, ഞാൻ ആരെയും വിളിച്ചില്ല. എന്നാ പിന്നെ ഫോൺ കേടായിരിക്കും. ഫോണിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾ വിളിച്ചിരുന്നു. അതിപ്പോഴല്ല, 1/2-3 മണിക്കൂർ മുമ്പാ. അതെ, 1/4 മണിക്കൂർ മുമ്പ്. അതാരാ? ആ ക്യാബറ ആർട്ടിസ്റ്റിനെ കാണാൻ വന്ന ഒരുത്തനാ. ഫോൺ ചെയ്തിട്ട് പോയി. അവള് മുറിയിലുണ്ടോ? കിട്ടുമോ? എന്തോന്ന്? ഒന്നും മനസ്സിലാത്ത പോലെ കള്ളൻ. മുട്ടി നോക്ക്. ആരാ? ഞാനെന്ന് പറഞ്ഞ ആരാ? എടി ഞാനാടി. 2 ലക്ഷം രൂപ കിട്ടി. കുട്ടി എന്ത് ചെയ്തു?
അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. കുട്ടിയോടെ സാറ് വരണ്ട, ഞങ്ങൾ പോയിക്കോളാം. അതെ സാർ, ഇത് ഞങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നിങ്ങൾ ഇവിടെ നിന്നോളൂ. എല്ലാരും കൂടെ ചെന്നാൽ ആകെ ബഹളമാവും. അവൻ ആ കുട്ടിയെ ചിലപ്പോൾ ഉപദ്രവിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടാവും തോന്നിയാൽ ഞാനൊരു സിഗ്നൽ തരാം. നിങ്ങളപ്പോൾ വന്നാൽ മതി. ഈ ചെറുക്കൻ ഉണരാറായെന്ന് തോന്നുന്നു. ഒരു ഡോസ് കൂടെ കൊടുക്ക.
തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ അജ്ഞാതൻ രക്ഷപ്പെടുത്തി. പോലീസ് മന്ത്രിയുടെ അനാസ്ഥ. മന്ത്രിസഭ രാജിവെക്കുക. എല്ലാ പത്രങ്ങളും എഴുതിയിരിക്കുന്നത് ഒന്ന് തന്നെയാണ്. എല്ലാവരും വായിച്ചില്ലേ പത്രവാർത്ത? ഭരണതന്ത്രജ്ഞനായ പോലീസ് മന്ത്രിയുടെ ഗുണം കൊണ്ട് ഒരു മന്ത്രിസഭ ഇതാ രാജിവെക്കേണ്ട ഗതികേടിലായി. നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ? ആരോരുമില്ലാത്തൊരു പെണ്ണിനോട് പ്രതികാരം ചെയ്യാൻ? അവൾ ഇന്നലെ വന്ന് നിങ്ങളുടെ കാല് പിടിച്ചതല്ലേ? ശ്രമിച്ചു പരാജയപ്പെട്ടെങ്കിൽ മനസ്സിലാക്കാം. ബട്ട് ദിസ് ഈസ് ടോട്ടൽ നെഗ്ലിജൻസ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നു, അവർക്ക് സമയമില്ല. വകുപ്പ് മന്ത്രിക്കാണെങ്കിൽ പൂർവ്വ വൈരാഗ്യം. സഹായത്തിന് ഓടിയെത്തുന്ന ഒരു പൗരന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പോലീസിന്റെ ലാത്തിയും തൂക്കി നടക്കുന്നത്? നേതാവേ, ഒരുമാതിരി തറവാട്ടുകാരനവന്മാരുടെ വർത്തമാനം എന്നോട് പറയരുത്. നിങ്ങൾ മുഖ്യമന്ത്രിയെ സമ്മതിച്ചു, പക്ഷെ എന്റെ വകുപ്പിൽ കൈയിട്ട് വരാൻ വന്നാലുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അതേ ഗവർണറുടെ മുമ്പിലാണ് ഞാനും സത്യപ്രതിജ്ഞ ചെയ്തത്. നിങ്ങളെ ജയിപ്പിച്ച അതേ ജനങ്ങൾ വോട്ട് തന്നാൽ ഞാനും ജയിച്ചത്. മേലധികാരിയുടെ സ്വരത്തിൽ എന്നോട് സംസാരിക്കരുത്. ഫസ്റ്റ് അമംഗ് ഈക്വൽസ്, ആ സ്ഥാനമേ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളു. അതേടോ, ഫസ്റ്റ് അമംഗ് ഈക്വൽസ്. ആ സ്ഥാനം ഉപയോഗിച്ച് ഞാനിപ്പോ തന്നെ വിളിക്കേണ്ടത് വേറെയാ. പക്ഷേ ഈ കസേരയുടെയും താനിരിക്കുന്ന കസേരയുടെയും മഹാത്മ്യം ഓർത്ത് ഞാനത് വിളിക്കുന്നില്ല. കാരണം വലിയ വലിയ ആളുകൾ ഇരുന്നിട്ടുള്ള കസേരകളായത്. ഇനി അവരോട് പറഞ്ഞു നിൽക്കാനുള്ള സമാധാനം എന്താണെന്ന് എല്ലാവരോടും അങ്ങ് തീരുമാനിക്കുക. തീരുമാനം എന്തായാലും വീട്ടിൽ അറിയിച്ചാൽ മതി. അവിടെ പത്രക്കാർ വരുമ്പോ തത്ത പറയുന്ന പോലെ ഞാനങ്ങ് പറഞ്ഞോളാം. ഈ കുപ്പായ വിട്ടുപോയില്ലേ? ആരാടി നിന്റെ ഈ അജ്ഞാതൻ? ഓ, അവനായിരിക്കും വിൻസെന്റ് ഗോമസ്. അതെ. എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ പോലീസിനും അയാളെ ഒന്ന് തൊടാൻ ധൈര്യമുണ്ടോ? ഇല്ലല്ലോ. തിണ്ണമെടുക്ക് കാണിക്കാതെ. ഈ സത്യമല്ല നിനക്ക് കോടതിയിൽ പറയാമോ? തൊടാൻ പറ്റുമോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരാം. പറയാം. ഈ സത്യം മാത്രമല്ല, എല്ലാ സത്യങ്ങളും. പക്ഷേ അപ്പൊ കോടതിയിൽ നിന്ന് വിയർക്കരുത്. നിങ്ങൾ മദ്യപിക്കാറില്ലേ? കൈക്കൂലി വാങ്ങാറില്ലേ? കാല് വരാറില്ലേ? ഇതെല്ലാം ഞാൻ കോടതിയിൽ പറയും. പറയുക മാത്രമല്ല, തെളിയിക്കുകയും ചെയ്യും. വിത്ത് സോളിഡ് പ്രൂഫ്. വെല്ലുവിളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ദൈവദൂതൻ. എന്റെ രാജുമോനെ പോലും ചിലപ്പോൾ ഞാൻ വെറുത്തു പോകാറുണ്ട്. അവൻ നിങ്ങളുടെ മകനാണെന്ന് ഓർക്കുമ്പോ. ആൻസി, നിനക്കൊരുതരം കോംപ്ലക്സ് ആണ്. കൈവിട്ടുപോയ സൗഭാഗ്യങ്ങളെ ഓർത്ത് ചീപ്പ് റിവെഞ്ച് ജലസി. ജലസിയോ? ആർക്ക്? എനിക്ക്. അതും നിങ്ങളോട്. ഭരണകക്ഷിയിൽപ്പെട്ട 81 MLA-മാരിൽ ആരെങ്കിലും ഒരുത്തന്റെ ദുസ്വപ്നം കണ്ടാൽ അപ്പൊ തെറിച്ചു പോകാവുന്ന കസേരയിലാണ് ഇന്ന് നിങ്ങൾ ഇരിക്കുന്നത്. താഴെ ഇറങ്ങിയാൽ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അഭ്യസ്തവിദ്യരായ 2 തൊഴിൽ രഹിതർ. പക്ഷേ ഞാൻ നേടാത്തതൊന്നും നിങ്ങൾ നേടി. തൊലിക്കെട്ടി. ആൻസി, യു ആർ ബിയോണ്ട് ദ ലിമിറ്റ്. അവൻ പുറകിലുണ്ടെന്ന് വെച്ച് അധികം ചാടരുത്. വിൻസെന്റ് ഗോമസ് ആരാണെന്ന് നിനക്കറിയാമോ? അറിയില്ലായിരുന്നു. ഇപ്പൊ അറിയാം. ആ അറിവ് എന്റെ സ്വപ്നങ്ങൾക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. നിങ്ങൾ അകന്നു പോയെങ്കിലും എനിക്ക് താലോലിക്കാൻ കുറെ പഴയ ഓർമ്മകൾ ഉണ്ടായിരുന്നു. അനാഥാലയത്തിന്റെ ചൂരകൾക്ക് പുറത്ത് സ്നേഹത്തിന്റെ ഒരു പൊടി, വല്ലപ്പോഴും ഒരു തലോട്, ഒരു സിനിമ. പുറത്തെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഇത് നിനക്കെന്ന് പറഞ്ഞു വില കുറഞ്ഞതാണെങ്കിലും ഒരു സാരി. അന്ന് നിങ്ങൾ എനിക്ക് തന്നതെല്ലാം അയാളുടെ, ആ വിൻസെന്റ് ഗോമസിന്റെ ഔദാര്യങ്ങളായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളോട് എനിക്ക് പുച്ഛം തോന്നി ദാസേട്ടാ. മമ്മി, ഇതല്ലേ ഇന്നാളും എന്നാള്? അതെ മോനെ. ഹലോ അങ്കിൾ, ഗുഡ് ഈവനിങ്. അങ്കിളല്ല മോനെ, മന്ത്രിയാ. ആണോ? എന്നിട്ട് പോലീസ് എവിടെ? ഞാൻ പോകുന്നു. പേടിക്കണ്ട. പഴയ ചരിത്രങ്ങളൊന്നും ഞാൻ വിൻസെന്റ് ഗോമസിനോട് പറഞ്ഞിട്ടില്ല, പറയുകയില്ല. മമ്മി എന്താ ഇപ്പൊ അങ്കിളിനോട് പറഞ്ഞേ? ഒരു തമാശ. എന്നിട്ട് അങ്കിള് ചിരിച്ചില്ലല്ലോ. ഇന്ന് ചിരിച്ചോളൂ. ആ, മോൻ പോയി ഹോംവർക്ക് ചെയ്യേ.